ഞാനും രോഹിത് ശെട്ടിന്റെ ഒരു സിനിമയും കാണാറില്ല. ഐ റിമെമ്പർ കട്രീന കൈഫ് വാസ് ഇൻ വെരി ക്രിഞ്ച്. അത്രയും ഒരു സ്കോപ്പ് ഉള്ള സ്റ്റോറി ഇങ്ങനെ ആക്കി വെക്കണത് ശരിക്കും painful. I was so disappointed because it was really bad. Story wise it is too bad. It's not entertaining, it's not a good watch. You just can't continue after a point. Director not a Visi Joseph ആണ്. അതെ. Do not include that. Do not include that. I've been trying to pretend that I still go. പുള്ളിയുടെ പടത്തിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഇതേപോലുള്ള ഷോട്ട് ദിൽവാലയിലും ഉണ്ട്. സീക്വല് പ്രീക്വല് അത് യൂണിവേഴ്സായി മാറുന്നുണ്ടോ? സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓഡിയൻസ് ആണ് ആദ്യം പറയുന്നത് ഇത് യൂണിവേഴ്സ് ആണ്. അപ്പോ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സ് സ്റ്റേ എടുത്തേക്കുക. അതിന് മെയിൻ ആയിട്ട് ഡ്രഗ്സ് ആൻഡ് ഗൺസ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കോവിഡ് ടൈമിൽ കുറച്ചുപേര് അടിച്ചു ചേർത്തു. ഹലോ ഹായ്, ദ ലോക്കൽ ഷോയിലേക്ക് സ്വാഗതം. ഇവിടെ എന്തും പോവും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റിയാണ്. എസ്പെഷ്യലി ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ് അങ്ങനെ പറയുന്ന എല്ലാ വുഡുകളിൽ പറ്റി നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്ന വിഷ്ണു, ദിയ ആൻഡ് അഭിജിത്ത് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സോ ദിയ ഒരു ടോപ്പിക്കിനെ പറ്റി ആദ്യം പറഞ്ഞു. രോഹിത് ഷെട്ടി സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റി നമുക്കത് കോപ്പ് യൂണിവേഴ്സ്. യെസ്, പറഞ്ഞു. എന്താണ് ദിയക്ക് തോന്നുന്നത് കോപ്പ് യൂണിവേഴ്സിനെ? No, I have a. I mean, I want to know what you think because I think you're more into that line of cinema, right? പടം കാണാത്ത ആളെടുത്ത് പടത്തിനെ പറയാൻ ചോദിക്കുന്ന പറഞ്ഞ ഞാനും രോഹിത് ശെട്ടിന്റെ ഒരു സിനിമയും കാണാറില്ല. So അപ്പൊ കോപ്പ് യൂണിവേഴ്സിനെ I've heard a lot about the cop universe. I've seen adverts and I've seen all those reels and memes on the cop universe. That's how I know. No, ഞാൻ കണ്ടില്ല. Yeah. അല്ല, അപ്പൊ രോഹിത് ശെട്ടി വേറെ പടങ്ങൾ കണ്ടില്ല? ഗോൽമാൽ I've seen yeah, ഗോൽമാൽ ഞാൻ കണ്ടിട്ടുണ്ട്. That's his movie, but I don't remember much. Okay, ഗോൽമാൽ ഇഷ്ടപ്പെട്ടാണോ? No. I mean, what I remember Katrina Kaif was in a very cringe, kind of very slapstick comedy. ഇല്ല, കത്രീന അതിനകത്തില്ല. ഗോൽമാൽ No, Kareena Kapoor. I don't know the movie. കത്രീന കപൂർ Kareena Kapoor was in one of the കരീന കപൂർ വരുന്ന ഗോൽമാൽ 3-ലാണ്. Yeah, she was there. Yeah, I've seen one of those movies. I don't know which. അപ്പൊ താൻ പഴയ കണ്ടില്ല, പുതിയ ഗോൽമാലൊക്കെ ഉണ്ട് എന്ന് പറയാം. അതിന്റെ സീക്വലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പുതിയ I think the last time I saw a Golmaal movie is probably like 10 years ago. അപ്പൊ പുതിയ സാധനം കരീന കപൂറുണ്ട്. പഴയ സാധനത്തിന് കരീന കപൂർ, പഴയ ആൾക്കാരുണ്ട്. അജയ് ദേവനുണ്ട്, അതേപോലെ എല്ലാത്തരുണ്ട്. രോഹിത് ഷെട്ടി പഴയ. Then I've seen Dilwale, which is okay, whack as movie. Okay. Am I allowed to say that? പറഞ്ഞു. ഇവിടെ എന്തും പോവും, എന്തും പറയാം, പ്രശ്നമില്ല. Yeah. So yeah, that's it. That's the only. ദിൽവാലെ കണ്ടാണ്. Yeah, Dilwale. ഷാരൂഖ് ഖാന്റെ പടം. ഷാരൂഖ് ഖാന്റെ. എന്നിട്ട് എന്ത് തോന്നി രോഹിത് ഷെട്ടിയുടെ പടങ്ങളെ പറ്റി? പുള്ളിയുടെ പടത്തിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഒരു കാർ ഇങ്ങനെ സ്കിഡ് ചെയ്യും, ഒരു ഹെലികോപ്റ്റർ കാറിനെ പോലെ തന്നെ സ്കിഡ് ചെയ്യും. അതെ, കറക്റ്റ് ആണ്. Yeah, in every movie he blows up a car. എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ട് അതൊക്കെ അല്ലെങ്കിൽ പറക്കാത്ത സാധനം എങ്ങനെയെങ്കിലും പറപ്പിക്കാത്ത രീതിയിൽ ഒരു ട്രേഡ് മാർക്ക് സാധനമുണ്ട്. ഈ ചെന്നൈ എക്സ്പ്രസില് പുള്ളി അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് ജീപ്പ് എടുത്തിട്ട് തിരിക്കും. അവിടെ ഇട്ട് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ദീപിക പതുക്കെ തിരിച്ച് കയറി പോകും. വീട്ടിൽ കയറി പോകുമ്പോ ഇവൻ വിചാരിക്കും എന്തിനാ കയറി പോകുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവളകത്തുനിന്ന് മറ്റേ ചിതാഭസ്മം എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വണ്ടി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഷോട്ട് പോകുന്നത്. ഇതേപോലത്തെ ഷോട്ട് ദിൽവാലയിലും ഉണ്ട്. അതായത് കാമുകന് കമ്മി കുറെ വർഷത്തിന് ശേഷം കാണും. ഈ വണ്ടി രണ്ടും ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് സ്കിഡ് ചെയ്യും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ കാണുന്നത്. പക്ഷെ ആ സീൻ തന്നെ മറ്റേ ഈ പടം കണ്ടോ? മിഷൻ ഇമ്പോസിബിൾ കണ്ടിട്ടുണ്ടോ? പഴയ മിഷൻ ഇമ്പോസിബിൾ, ടോം ക്രൂസിന്റെ Mission Impossible, yeah. സെക്കൻഡ് പാർട്ട് പഴയത്. I heard something else. ഞാൻ മലയാളം മൂവി Mission Impossible. മിഷൻ ഇമ്പോസിബിൾ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പടം. ടോം ക്രൂസിന്റെ പടത്തിനകത്ത് ഇതേപോലെ സീനുണ്ട്. അതിലും കാമയും അടിക്കുന്നു, സ്കിഡ് ചെയ്ത് പോകുന്നു. പക്ഷെ അത് ഇറങ്ങിയത് 2000-ലാണ്. അതിന് കോപ്പി അടിച്ചാണ് രോഹിത് ഷെട്ടി ദിൽവാലയില് അതേ സീൻ തന്നെ കാജലും ഷാരൂഖ് ഖാനായിട്ട് ഇങ്ങനെ പോകും. Bollywood was copying everything, and even all the Matrix in the scenes, all the stuck and move scenes, the slow-mo scenes. Yeah, slow-mo scenes. Those are all very much still in news. അറിയാവുന്നൊരു യൂണിവേഴ്സിനെ കുറിച്ച് പറയാം. ഏതാ? ലോകേഷ് യൂണിവേഴ്സ് അല്ല. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി എന്താണ് എനിക്ക് തോന്നുന്നത്?
അതൊരു സിനിമാറ്റിക് പറഞ്ഞു. കൂടുതലും ഈ ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ട് പുള്ളി ഇപ്പോ അതിന് മെയിൻ ആയിട്ട് ഡ്രഗ്സ് ആൻഡ് ഗൺസ് ആണ് മെയിൻ ആയിട്ട് പുള്ളി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ കൊണ്ടുവരുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് കണക്ട് ചെയ്യുക എന്നുള്ള സംഭവം കൂടിയാണ് ലോകേഷ് അതിലൂടെ ചെയ്യുന്നത്. പക്ഷെ ലോകേഷായിട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ പുള്ളി പറയുന്നത് അത് യൂണിവേഴ്സ് ആണെന്ന് മറ്റേ ചില ഇന്റർവ്യൂസിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകർ കണ്ടിട്ട് പ്രേക്ഷകർക്ക് ആ ഫീലിംഗ് വരികയാണ്, ഇതൊരു യൂണിവേഴ്സ് ആണല്ലോ, തമിഴിലുണ്ടല്ലോ, തമിഴിലോ ഇന്ത്യൻ സിനിമയിലൊരു സാധനം വരുന്നുണ്ട്, അത് ഹോളിവുഡിൽ വന്നൊരു സാധനം നമുക്കും ഉണ്ട് എന്ന രീതിയിൽ അവർ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് പിന്നീട് ഇന്ത്യൻ യൂണിവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് പല ചർച്ചകളും ഉണ്ടെന്നത്. അതെ അതെ, കാരണം മുമ്പും കുറച്ച് ചില യൂണിവേഴ്സ്, ഒന്നാമത് നമുക്ക് എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ധാരണയില്ല. എന്താണ് യൂണിവേഴ്സ്? അത് സത്യം. എന്താണ് ഞാൻ കഴിഞ്ഞ വർഷം ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ അതിന്റെ എൻഡിലും വെൽക്കം ടു ദ ന്യൂ വേദിക് യൂണിവേഴ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. I don't know what they intend with that movie. Like എനിക്ക് ഒരു സ്പാർക്കോ ഒരു എസ്കലേഷൻ എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ബ്രഹ്മാസ്ത്ര ഞാൻ കണ്ടു. Yeah, I had a lot of expectations because it was Ayan Mukherjee's passion project or something, and then I was so disappointed because it was really bad. Story wise it is too bad. ബ്രഹ്മാസ്ത്രയോട് ആരും കണ്ടിട്ടുണ്ട്? What do you think? എനിക്ക് വിഷ്വലി ഭയങ്കര രസമുള്ള പടമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വിഷ്വലി അത് കൺവേ ആക്കുക എന്നുള്ള സംഭവം തന്നെയാണ്. പിന്നെ യൂണിവേഴ്സിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാല് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓരോ കഥയും നടക്കുന്നത് ഓരോ ലോകത്താണ് സിനിമയുടെ. ഇപ്പൊ എന്താ പറയുന്ന ഒരു സിനിമയിൽ ഒരു കാര്യം ബ്ലാസ്റ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ അതവിടെ ബ്ലാസ്റ്റ് ആവുന്നില്ല, ആ ലോകത്തത് ബ്ലാസ്റ്റ് ആവുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ലോകേഷ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് ആ ടൈമില്, അതായത് ആ ടൈമിൽ ആ കഥയുടെ കൂടെ മറ്റൊരു കഥ നടക്കുന്നുണ്ട്, അത് മറ്റൊരു സിനിമയാണ് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ പുള്ളി ഇത് ലിങ്ക് ചെയ്യിച്ചു, ക്യാരക്ടേഴ്സിന് തമ്മിൽ ലിങ്ക് ചെയ്യിച്ചു. അപ്പൊ അതിന് സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കി. സത്യം പറയുകയാണെങ്കിൽ ക്രിയേറ്റർ എന്നുള്ള ഭാഗത്തുനിന്ന് അതൊരു ഭയങ്കര സേഫ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ഒരു സ്റ്റോറി, നമ്മളിപ്പോ ഒരു സ്റ്റോറി ചെയ്തു, വിക്രം എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമ, ആ സിനിമ ചെയ്തു. അടുത്ത പടം പുള്ളിക്ക് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ പുള്ളിക്ക് അത് ചെയ്യാം, അതുപോലെ തന്നെ സിനിമ ചെയ്യാം, വിക്രം പോലെ സിനിമ തന്നെ ചെയ്യാം. കാര്യം പുള്ളി അത് യൂണിവേഴ്സ് ആക്കി. ആ യൂണിവേഴ്സിൽ പുള്ളിക്ക് സെയിം ടെംപ്ലേറ്റ് അല്ലെങ്കിൽ സെയിം കാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ കൈദി എടുക്കുകയാണെങ്കിൽ കൈദിയുടെ മെയിൻ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് അവൻ ആ ഗൺ എടുത്ത് വെച്ചിട്ട് പൊട്ടിക്കുന്നതാണ് ക്ലൈമാക്സിൽ. സെയിം ടെംപ്ലേറ്റ് ആണ് വിക്രത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ലാസ്റ്റ് ഷോ ഡൗൺ ആണ് പടം. ഇത് രണ്ടും സെയിം യൂണിവേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? അത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള അതൊരു സേഫ് സോൺ ആക്കാം. ബിക്കോസ് ആൾക്ക് വേറെ ജോണർ പിടിച്ചു പോകേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം അതേ ടോൺ, അതേ ഡയറക്ട് ടോൺ, അതേ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് പുള്ളിക്ക് ഭയങ്കര ഒരു കാര്യമാണ്, അതൊരു പാടുള്ള കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്തു. ഓഡിയൻസ് ആണ് ആദ്യം പറയുന്നത് ഇത് യൂണിവേഴ്സ് ആണ്. പിന്നീടാണ് പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള സാധനം 10 വർഷത്തേക്ക് സിനിമ. അതാണ് ഇവിടെ ഇന്ത്യൻ സിനിമയിലെ മിക്കതും ഇപ്പൊ ഓഡിയൻസ് റിയലൈസ് ചെയ്യും, ഓ ഇതൊരു യൂണിവേഴ്സ് ആണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇയാളുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്, ഇയാളുടെ ലോസ് ഓഫ് ഫിസിക്സ് ഒക്കെ ഇങ്ങനെയാണ്, എന്നിട്ട് അത് ഒരു യൂണിവേഴ്സ് ആയിട്ട് മാറും. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹോളിവുഡിലൊക്കെ ആ വേൾഡ് ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. അവര് ഭയങ്കര മെർട്ടിക്കുലസ് ആയിട്ട് അത് ചെയ്യും, എന്നിട്ട് അത് ഇറ്റ്സ് ഓൾറെഡി ഗിവൻ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ യൂണിവേഴ്സ്. ഇങ്ങനെയൊക്കെ ഈ വിക്രത്തിന്റെ തലേദിവസം ലോകേഷ് ഒരു പോസ്റ്റ് ഇട്ടു, പ്ലീസ് വാച്ച് കൈദി എന്ന് പറഞ്ഞിട്ടപ്പോ അപ്പൊ ആളുകൾ തന്നെ അത് പറഞ്ഞു, ഇതിലെന്തോ യൂണിവേഴ്സ് ആണ് വരാൻ പോകുന്നത്. പിന്നീടാണ് അത് കണക്ട്, അതായത് അതിലെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി കണക്ഷൻ കിട്ടിയ എന്ന് വെച്ചാൽ നരേന്റെ ക്യാരക്ടർ അത് എൻ്റർ ചെയ്യുന്നതും, പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഈവൻ നമ്മുടെ കൈദിയിലെ കാർത്തി ഇല്ലെങ്കിൽ പോലും കാർത്തിയുടെ വോയിസ്, അപ്പൊ എല്ലാം കൂടി കണക്ട് ചെയ്തപ്പോ ആൾക്കാർ തന്നെ ലോകേഷ് യൂണിവേഴ്സ്. അപ്പൊ ഇപ്പൊ ലിയോ ഇറങ്ങിയ പോലും വെറുതെ എനിക്ക് തോന്നിയ കാര്യം എന്താ, ഈ യൂണിവേഴ്സ് കണക്ട് ചെയ്യിപ്പിച്ച് ഒരു മനഃപൂർവ്വമായിട്ട്
കണക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇനി അടുത്ത തവണ കൂലി സ്റ്റാൻഡ് അലോൺ ആണെന്ന് പറഞ്ഞാലും ആൾക്കാർ പ്രതീക്ഷിക്കുക എന്താ, എന്തെങ്കിലും ഒരു ക്യാമിയോ ഉണ്ടാവും, ആരെങ്കിലും ഒരു ക്യാമിയോ, അത് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് എല്ലാരും. ഈ ഹിറ്റ് കണ്ടിട്ടുണ്ടോ? ഹിറ്റ് എന്ന് പറഞ്ഞൊരു തെലുങ്ക് ഇതുണ്ട്. പക്ഷെ ഹിറ്റ് പറയുന്നത് അവരെ വേറൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്നാണ് പറയുന്നത്. അത് കാരണം അതില് 2-3 സീക്വൻസുകൾ അങ്ങാടും ഇങ്ങാടും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടുത്ത ഹിറ്റ് 3 അഭിനയിക്കാൻ പോകുന്നത് ഞാനിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഈ സീക്വല് പ്രീക്വല് അത് യൂണിവേഴ്സ് ആയി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഈ സീക്വല് പ്രീക്വല് എങ്ങനെയാണ് അത് യൂണിവേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാന്ന് എനിക്കിപ്പോഴും അത് ബോധപൂർവമായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നാൽ മതി. അതായത് ഇപ്പൊ ഒരു സ്റ്റോറി, ഇപ്പൊ ഈ ബേസി ജോസഫിന്റെ ഫസ്റ്റ് പടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, മിന്നൽ മുരളിയില് അവൻ ബസ്സിൽ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് തലയിടുമ്പോ ഒരു ബോർഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവന് തലയിടിക്കാൻ വേണ്ടിയിട്ട് അവൻ തല അകത്തേക്ക് ഇടും. ആ ബോർഡ് ദേശം എഴുതിയേക്കുന്നത്. അതായത് ഇത് നടക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, തൊട്ടടുത്ത സ്ഥലമാണ് ദേശം എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതെല്ലാം ഒരു യൂണിവേഴ്സ് ആണ്. പിന്നീട് മറ്റേ ഗോദയിൽ കാണിക്കുന്നുണ്ട് ദേശത്തിന്റെ റെഫറൻസ്, ഏതോ ഒരു സംഭവം ദേശത്ത് മറ്റേ ഇത് പറയണത് കുഞ്ഞിരാമന്റെ ടീം കൂടി. അത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം. അത് ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ വെക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ലോകേഷിന്റെ യൂണിവേഴ്സിനെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പൊ പുള്ളിക്ക് അത് പ്രഷറായി തുടങ്ങി. മനസ്സിലായില്ലേ? വിജയിനെ കൊണ്ടുവരുമ്പോഴും അതിലും ഒരു സാധനം എഴുതണം എന്നുള്ള സംഭവം. രജനീകാന്തിനെ കൊണ്ടുവരുമ്പോഴും അതും പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ. അല്ലെങ്കിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം പ്രഷർ ആവുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, പുള്ളിക്ക് പ്രഷർ ആവുന്നതിന്റെ കാര്യം വെച്ചാൽ, സിനിമാറ്റിക് യൂണിവേഴ്സ് തരുന്ന ഒരു കിക്കുണ്ട്. അതായത് ഒരു ക്യാരക്ടർ മറ്റൊരു ലോകത്തുനിന്ന് വന്നിട്ട് ഈ പടത്തിലേക്ക് കയറുമ്പോ കിട്ടുന്നൊരു കിക്കുണ്ട്. ഇയാളാണ് വന്നെന്നുള്ള സാധനമുണ്ട്. ആ സാധനത്തിന്റെ അപ്പുറത്ത് നിൽക്കണം പുള്ളി സ്റ്റാൻഡ് അലോൺ ഇട്ട് ചെയ്യുന്ന പടങ്ങൾ തരുന്ന ഹൈ. അത് പറ്റാതെ വരുമ്പോ ഈസി ആയിട്ട് ഒരു ഇങ്ങോട്ട് എടുത്തിടാൻ നോക്കുന്നതാണ് ലിയോയിനൊക്കെ. ക്യാമിയോസിന് പ്രത്യേക ഒരു ഫീൽ തന്നെയുണ്ട്. ഭയങ്കര ഇമ്പാക്ട് ആണ് ക്യാമിയോസിന്. ഏറ്റവും വലിയ ഹൈപ്പുള്ള പടം എന്ന് പറഞ്ഞാൽ റോളക്സാ. വിക്രമത്തിലെ ആ ചെറിയൊരു സീക്വൻസിൽ സൂര്യ വന്ന് കാണിച്ച സാധനത്തിന് ഇപ്പൊ എല്ലാരും ആ സ്റ്റാൻഡലോൺ പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ലിയോ വന്ന കാരണം ലിയോ റിലീസായി, വിജയുടെ പടം അങ്ങനെ, ബിക്കോസ് അതൊരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു റെഫറൻസ് പോലെ എടുത്ത് എല്ലാ മിക്ക സീക്വൻസും ഒക്കെ അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ട് അത് ഫെയിലർ ആയി. കുറെ ആൾക്കാർക്ക് അത് ഫെയിലർ ആയി. വിജയ് അത് രസം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ബോക്സ് ഓഫീസ് വൈസ് ഭയങ്കര പൈസ കളക്ട് ആയി. അതെ, അതുകൊണ്ട് പക്ഷെ അഗൈൻ ഓവർ എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ, അങ്ങനത്തെ പടത്തിന് ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഈവൻ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ പോലും സിനിമ ഇപ്പൊ സിനിമാറ്റിക് യൂണിവേഴ്സ് വരാനുള്ള കാരണം എന്താ, ഹോളിവുഡിൽ നിന്ന് വന്ന സാധനമാണ്. പക്ഷെ ഹോളിവുഡില് കഥ ഉണ്ടാക്കുന്ന വേറെ ആൾക്കാർ, പ്രൊഡക്ഷൻ ഹൗസ് ആണ് യൂണിവേഴ്സ് ആക്കുന്നത്. എല്ലാ പടത്തിനും ഡയറക്ടേഴ്സും അതിന്റെ ക്രിയേറ്റേഴ്സും റൈറ്റേഴ്സും ഒക്കെ വെവ്വേറെ ആൾക്കാരാണ്, എൻറ്റയർ ഡിഫറെന്റ് ടീമാണ്. ഇതിനകത്ത് ഒറ്റ തല മാത്രമേ ഉള്ളൂ. അത് ഈയിടെ ഒരു പ്രശ്നം കിട്ടിയിരിക്കല്ലേ സോഫിയ പോളില്, ഡിറ്റക്റ്റീവ് ഉജ്ജലൻ. അതൊരു യൂണിവേഴ്സ് ആയിട്ട് അവര് പ്രഖ്യാപിച്ചു മറ്റേ ധ്യാനൊക്കെ വെച്ചിട്ട്. അതിനിപ്പോ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സ് സ്റ്റേ കൊടുത്തേക്കുക. കാരണം ഇപ്പോ അത്, പക്ഷെ എന്നാലും എനിക്കൊന്ന് റീസെന്റ് അവരൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ അമീനെയും ഇപ്പോഴത്തെ പുതിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അമീന അവരെയൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ. അപ്പൊ എനിക്കൊന്ന് ആ പ്രശ്നം തീരുന്നുണ്ട്. എന്താണ് അതിനെ പറ്റി നടക്കുന്നത്? തീരുന്നോണ്ടുള്ള പ്രശ്നം നമ്മളിപ്പോ തന്നെ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി കിടന്നു. അപ്പൊ 2.5 മണിക്കൂർ സിനിമയെ പാടാണ്. കഥകളുടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറെ ഉണ്ടെന്ന് ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചത്. രാജ് കോമിക്സ് എന്ന് പറഞ്ഞൊരു കോമിക്സ്. You heard of it? It's like Marvel പോലെ India had to do something like that. We have our own comics. We have our own comic universe. മാർവൽ DC പോലെ തന്നെ ഇന്ത്യക്ക് നമ്മുടെ രീതിയിൽ രാജ് കോമിക്സ് എന്ന സാധനമുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡോഗ്രാന്നും മറ്റേ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ സംതിങ്. Very interesting also. Like unique. ഇന്ത്യൻ മിത്തോളജി ഭയങ്കര ഒരു അതിലെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും സ്റ്റോറി ലൈൻ ആണെങ്കിലും അത് അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. അതിന്റെ സ്റ്റോറി ലൈൻ എടുത്ത് വേറൊരു
ഭയങ്കര രസമായിരുന്നു. That is why it's so sad. മറ്റേ ആദിപുരുഷ് ആ. അത്രയും ഒരു സ്കോപ്പ് ഉള്ള സ്റ്റോറി ഇങ്ങനെ ആക്കി വെക്കണത് ശരിക്കും പെയിൻഫുൾ. ഞാൻ കണ്ടായിരുന്നു, എനിക്ക് പറ്റില്ല കാണാനായിട്ട് ശരിക്കും. സോറി കൽക്കി എന്നൊരു സീക്വൽ ആയിട്ട് വരുമല്ലേ? കൽക്കി എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമായി. ഭയങ്കര രസമുള്ള Even though it's referenced so many like other movies, I think overall it's a very good watch. It's entertaining. The problem with Adipurush and all is that it's not entertaining, it's not a good watch. You just can't continue after a point. It's trying to push an agenda. It's too much. Like it's not convincing. Yeah, it's not. Yeah, that's the main. ഇപ്പൊ രണ്ടും നീ പറഞ്ഞ മൈത്തോളജി റെഫറൻസ് എടുത്തിട്ട് ചെയ്ത പടങ്ങളാണ്. ഒന്ന് മൈത്തോളജി റെഫർ ചെയ്തിട്ട് they were trying to push a political agenda. Yes. അത് ആദിപുരുഷ്. Yeah. മറ്റേ കൽക്കി എന്ന് പറയുന്ന പടം മിത്തോളജി എടുത്തിട്ട് they were trying to like make it better, like what if a dystopian futureൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അത് മൈത്തോളജി ടൈം ലൈൻ തന്നെ ഭയങ്കര അത് തന്നെ ഭയങ്കര പുതിയതാണ്. കാരണം വെച്ചാല് പുരാണം കാണിക്കുന്നു, പുരാണം കാണിച്ചിട്ട് they are skipping the present. Yeah, but also Kalki in the Puranas is much towards the future. Like ഈ ടൈമും കഴിഞ്ഞിട്ടാണ് ശരിക്കും കൽക്കി according to the Puranas is what I think. Yeah. കുറച്ചുകൂടെ ടൈം കഴിയുമ്പോഴാണ് കൽക്കിയുടെ ജന്മം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അത് രണ്ടുപേരോട് നമ്മളെ കാണിക്കുക. പടം സ്റ്റാർട്ട് ചെയ്യുന്നത് പുരാണം കാണിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. രണ്ടും നമുക്ക് അറിയാത്ത കാര്യം. ഫാന്റസി എന്ന് പറയുന്ന കാര്യത്തിന് മാക്സിമം പുഷ് ചെയ്ത് പടം ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റൈറ്റിംഗ്. അതെ, എന്ന് പറഞ്ഞാൽ ആളൊരു അജണ്ട പുഷ് ചെയ്യാൻ നോക്കില്ല. ആൾക്കൊരു സ്റ്റോറി ടെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഓക്കെ ഒരു നല്ല സാധനം, ഒരു നല്ല സിനിമ, നല്ലൊരു കഥ വിത്ത് ഗുഡ് ക്യാരക്ടേഴ്സ്, ഒരു ഗുഡ് മൊമെന്റ്, അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ആൾക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമയാണ്. ഇപ്പൊ നാഗ് അശ്വിൻ എന്ന ഡയറക്ടർ ഹീസ് ഓക്കെ ആളുടെ കൽക്കുന്ന പടം നോക്കുന്ന സമയത്ത് പല ഇംഗ്ലീഷ് പടങ്ങളായിട്ട് റെഫറൻസ് ഉണ്ട്. ഇപ്പൊ സ്റ്റാർ വാർസ് ആണെങ്കിൽ സ്റ്റാർ ട്രെക്ക് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്, ഗ്രേറ്റ് ആണ്, കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ആളുടെ മനസ്സിൽ ആൾക്ക് ഒരു ഇതുണ്ട്, ഇതെല്ലാം കണ്ടിട്ട് ആ റെഫറൻസ് കിട്ടി കഴിഞ്ഞിട്ട് ആൾക്ക് ഇങ്ങനത്തെ ഒരു പടം ഇന്ത്യയിൽ ഇറങ്ങണം, അങ്ങനത്തെ ഒരു ടൈപ്പ്. അത് ആളുടെ കുട്ടിക്കാലാണ്. ആള് കുട്ടിക്കാലത്ത് കണ്ട ഈ പടങ്ങളൊക്കെ ഓക്കെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടെങ്കിൽ, ഞാൻ അറിയുന്ന ഭാഷയിൽ, ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ അങ്ങനത്തെ സിനിമ വരാണെങ്കിൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരാൻ പറ്റുകയാണെങ്കിൽ, അതെ അത് ആള് കൺവേ ചെയ്യുന്നു. നല്ല രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ശക്തിമാൻ ഇല്ലേ, അതിന്റെ past few days ആയിട്ട് he's been teasing the new Shaktiman വന്നു എന്ന് പറഞ്ഞു. For the actor's name, it's like Mukesh. So people have been trolling him because Shaktiman ഇപ്പോഴും ഇയാൾ 90s തന്നെയാണോ, you have to move past that. ശക്തിമാന്റെ വേറെ ന്യൂസ് ഉണ്ട്. അതിന്റെ ഡയറക്ടർ, അതിന്റെ ഹിന്ദി പടം ഒരു സോണി പിക്ചേഴ്സ് സോണി പിക്ചേഴ്സിന്റെ ടീസർ അതെ അതെ. അപ്പൊ അതിന്റെ ഡയറക്ടർ, ഹിന്ദി പടത്തിന്റെ ഡയറക്ടർ നമ്മുടെ ബേസിൽ ജോസഫ് ആണ്. അതെ പറയുന്നുണ്ട്. എന്താണ് വെപ്പ് അറിയില്ല, അത് എത്രത്തോളം കൺഫേംഡ് ആണ്. ആള് കുറെ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് എല്ലാരും ഇങ്ങനെ അതായിട്ട് ബേസിൽ ജോസഫ് ഹിന്ദിയിൽ ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. അത് അതെ രൺവീർ സിംഗ് ആണ്. അതെ ശക്തിമാനായിട്ട് വരാൻ പോകുന്ന രൺവീർ സിംഗ് ആണ്. അതെ ബേസിൽ ജോസഫ് ആണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം ആളവിടെ ഫ്രണ്ട് ചെയ്യാൻ പോകുന്നത്. തമാശ പറഞ്ഞ ആള് മലയാളത്തിലാണ് സംസാരിക്കുന്നതല്ല, ആള് ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും എന്ന രീതിയിലൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ നോക്കാം. ബേസിൽ ജോസഫ് പ്രോമിസിംഗ് ഡയറക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ആളെ പടങ്ങളൊന്നും മോശമല്ല. കുഞ്ഞിരാമൻ എടുത്താലും, ഗോദ എടുത്താലും, മിന്നൽ മുരളി എടുത്താലും മൂന്ന് തരത്തിൽ ഇരിക്കുന്ന പടങ്ങളാണ്. പക്ഷെ ഒരു വേറെ പ്ലസ് പോയിന്റ് ഈസ് മേക്കിംഗ് ഗുഡ് എന്റർടൈൻമെന്റ്. ഒന്നും ബോറടിച്ച് കാണുന്ന പടങ്ങളല്ല, എല്ലാം നല്ല രീതിയിൽ ഒരുപോലെ തന്നെ മെസ്സേജ് പോകുന്ന പോലും ഒരു സിനിമകളാണ്. എവറിത്തിങ് ഹാസ് എ ഗ്രേറ്റ് മൊമെന്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ആൻഡ് ഇപ്പൊ ഗോദ കണ്ടതല്ലേ? ഗോദ കണ്ടിട്ടില്ല. Do not include that. Do not include that. I've been trying to pretend that I've seen Goa. മിന്നൽ മുരളി കണ്ടാണ്? മിന്നൽ മുരളി ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സോ ഇപ്പൊ അതിനകത്ത് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇവൻ ദ വില്ലൻ ആണെങ്കിൽ ശരി, അതിലത്തെ ചെറിയ ഇപ്പൊ മറ്റേ കരാട്ട പഠിപ്പിക്കുന്ന ഗേൾ ആണെങ്കിൽ ശരി, വില്ലന്റെ കോമിക് വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ ശരി, അപ്പൊ അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിന് ഒരു ആർക്ക് കൊടുക്കുന്നുണ്ട്. ബേസിൽ ജോസഫ് എന്ന റൈറ്ററും എന്ന് പറഞ്ഞ ഡയറക്ടർ, അവർക്കൊക്കെ അങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടാണ് അവർ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടർ ശക്തി. I feel like Minnal Murali's the world developing was so good with
how little scope they had. Yeah. ശരിക്കും. Yeah. So that did it perfect, Okay. according to me. So അതുകൊണ്ട് I think Shaktiman and all, it's something he can do very well. പക്ഷെ വേറെ ഇതുണ്ട് മിന്നൽ മുരളി എന്ന പടം മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് ആ സമയം ഈ പടം ചെയ്യുന്ന സമയത്ത് ബേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് അത്യാവശ്യം പൈസ മുടക്കി ചെയ്തൊരു പടമാണ്. പക്ഷെ ആ പൈസ മുടക്കിയത് ലിമിറ്റഡ് ബജറ്റും കൂടെയാണ്. ഒരു ഹിന്ദി പ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് 25 crores സംതിങ്. അപ്പൊ ആ ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് ആള് മിന്നൽ മുരളി എന്ന പടം ചെയ്തത്. വിത്ത് കോസ്റ്റ്യൂം, വിത്ത് VFX, എവരിതിങ്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവസാനത്തെ. അതിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാല് ആ പയ്യനില്ലേ, കോഡിന് മുമ്പ് ഷൂട്ട് ചെയ്യണേക്ക് മുമ്പ് ആ പയ്യന്റെ അതിന് പല്ല് ഉണ്ടായിരുന്നില്ല. പല്ല ഉണ്ടായിരുന്നു. ഇത് അവന്റെ നെഫ്യോ ഒരു കണ്ടുപിടിച്ച് പല്ലുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു. കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് കുട്ടിക്ക് പല്ല് വന്നു. അപ്പൊ അടുത്ത് പോയി ബേസിക് ദിവസം ചോദിച്ചു പല്ല് പറിച്ചോട്ടെ. അമ്മ ആട്ടി വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സെറ്റ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ കാലടി ഭാഗത്തൊരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കോവിഡ് ടൈമിൽ കുറച്ചുപേര് അടിച്ചു ചേർത്തു. പള്ളിയുടെ സെറ്റ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അത് വലിയൊരു പ്രശ്നമായിരുന്നല്ലോ. അത് കോവിഡ് ടൈമിൽ നടന്നത്. എന്നിട്ട് വീണ്ടും അവര് പള്ളി പണിയാൻ സാധിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഷൂട്ട് തീർത്തത് അവര്. ഇതിന്റെ ബേസിക് ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ മെയിൻലി ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ മൂവി, ഞാൻ മലയാളത്തിൽ സൂപ്പർ ഹീറോ മൂവി വരാൻ പോകുന്നു എന്നുള്ള സംഭവം വരുമ്പോ എന്താ പറയുന്നത്, ഇപ്പൊ ക്രിഷ് 3 എന്നൊക്കെ പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, അങ്ങേറ്റത്ത് ടെക്നോളജീസും ബാക്കി പരിപാടിയെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിലൊന്നും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അതൊക്കെ കാണിക്കാം, പക്ഷെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടല്ലോ. അതാണ് ക്രിഷ് 3 did so badly. In fact, Krish 2 was good. Because ആ ഇമോഷണൽ എലമെന്റ് ഉണ്ടെങ്കിൽ it's still watchable. അതെ. ഇപ്പൊ ഈ മിന്നൽ മുരളി എടുക്കുക ആണെങ്കിൽ തന്നെ വില്ലന്റെ ഇമോഷൻ നമുക്ക് കണക്ട് ആവും. കാര്യം അവന് പ്രണയമുണ്ട്, നഷ്ടപ്പെട്ടു പോയ പ്രണയം, സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ്. അതില് ഒരു കാര്യത്തില് അവൾ മരിച്ചു പോകുന്നു, ഓപ്പോസിറ്റ് നിന്ന് നാട്ടുകാർക്കെതിരെ തിരിയുന്നു. ഇത്രേ ഉള്ളൂ മിന്നൽ മുരളി. മനസ്സിലായില്ലേ? അപ്പൊ ആ ബേസിക് ഇമോഷൻ ആണ് കാര്യം. നമ്മൾ അത് വിട്ടിട്ട് ഈ ബഡ്ജറ്റിന്റെ വലിപ്പം ഈ വരുന്നത്. ഇത് പ്രോപ്പർ റൈറ്റിംഗ് ആണ്. അതാണ് ഒരു the writing is very solid. That's why it's so good. രണ്ടുപേരാണ്. പക്ഷെ ഈ സെറ്റ് തല്ലിപ്പൊളിക്കണതിന്റെ പറഞ്ഞപ്പോ പത്മാവത്തിന്റെ എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തോ സെറ്റ് തല്ലിപ്പൊളിച്ചിട്ടുണ്ടല്ലേ. സെറ്റ് തല്ലിപ്പൊളിക്കല്ല, അത് പത്മാവത്ത് ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറാണ്. ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ No, I mean it is an historical character. Queen Padmavat, I guess she was real. പത്മാവതാണോ ഗംഗൂബായി ആണോ ഉദ്ദേശിക്കുന്നത്? No, Gangubai അല്ല, Padmavat had a lot of controversies. ഇതുപോലെ സെറ്റിൽ വന്നിട്ട് ഐ റിമെമ്പർ സഞ്ജയ് ലീല ബൻസാലിയിലേക്ക് കുറെ അടിച്ചിട്ടൊക്കെ ഉണ്ട് ആൾക്കാര്. അങ്ങനത്തെ ഡയറക്ടറിനെ അടിച്ചു. സഞ്ജയ് ലീല ബൻസാലി same thing. If you touch religion in this country, it's just, it's going to go downhill.